ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പുതുതായിട്ട് ഒരു ജില്ലയ്ക്ക് കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് ആണ് അയച്ചേക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് LDCയുടെ കട്ട് ഓഫ് അറിയാൻ സാധിക്കുന്ന പുതിയ ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയ്ക്കാണ് അതിൽ പരീക്ഷ എഴുതിയ LDC ഉദ്യോഗാർത്ഥികൾക്കാണ് മെസ്സേജ് വന്നേക്കുന്നത്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മൊബൈലില്, അതുപോലെ മെയിലില്, പിന്നെ നിങ്ങളുടെ തുളസി വെബ്സൈറ്റ് നോക്കിയാൽ ഒക്കെ ഈ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് അറിയാൻ സാധിച്ചത് 63. അപ്പൊ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63 ആലപ്പുഴ ജില്ലയുടെ ഇതുവരെ അറിയാൻ സാധിച്ചൊരു കട്ട് ഓഫ്. ഇനി സംവരണ വിഭാഗക്കാർക്ക് 58 മുകളിലോട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. 58, 59, 60, 62 ആ ഒരു രീതിയിൽ സംവരണ വിഭാഗക്കാർക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോ ആലപ്പുഴയുടെ കൂടി കട്ട് ഓഫ് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കേരള PSC LDC എക്സാം നടത്തി. അത് വളരെ പ്രതീക്ഷയോടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കുറച്ച് ജില്ലകളുടെ കേരള PSC ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് മെസ്സേജ് വന്ന ജില്ലകൾ പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, പാലക്കാട്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആലപ്പുഴ. ഇതുവരെ ഇത്രയും ജില്ലകളുടെ മാത്രമാണ് വന്നേക്കുന്നത്. ഇതില് പത്തനംതിട്ടയുടെ കട്ട് ഓഫ് 58ഉം, തിരുവനന്തപുരം 72.33ഉം, തൃശൂർ 60.33ഉം, കണ്ണൂർ 56.33ഉമാണ്. കാസർഗോഡ് 59.66, കൊല്ലം 58 കട്ട് ഓഫ് കാണുന്നത്. 58.33 എന്നും ഒരു ഇതുണ്ട്. അതായത് കൃത്യമായ ഒരു കട്ട് ഓഫ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് അറിയണമെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് തന്നെ വരണം. ഇത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കുറെ കുട്ടികളുടെ മെസ്സേജസ് നോക്കിയിട്ട് അവർ കൂട്ടിവെച്ച മാർക്ക് പ്രകാരം ലാസ്റ്റ് ഈ ഒരു സംവരണവും ഇല്ലാത്ത EWS പോലും അല്ല, ഒരു സംവരണവും ഇല്ലാത്ത ജനറൽ വിഭാഗക്കാർക്ക് ലാസ്റ്റ് ഏത് കുട്ടിക്കാണോ മെസ്സേജ് വന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊല്ലത്തിന്റെ ഒരു 58 ഇപ്പോൾ ഒരു ഏകദേശം പറയുന്നത്. ചിലരൊക്കെ 57 വന്നിട്ടുണ്ട് മെസ്സേജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ കുറെ ജനറലുകാർക്ക് 57 മെസ്സേജ് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും 57, 58 ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ്. ഇനി പാലക്കാട് 63.33 കട്ട് ഓഫ്. EWSന് കുറച്ചും കൂടി ഒരു കുറവായിരിക്കും കട്ട് ഓഫ്. ഇത് കറക്റ്റ് ജനറൽ, ഒരു തരത്തിലും സംവരണമില്ലാത്ത കറക്റ്റ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി സംവരണ വിഭാഗക്കാർക്കൊക്കെ നല്ല കുറവാണ്. കുറച്ചും കൂടെ കുറഞ്ഞാണ് അവർക്കൊക്കെ മെസ്സേജസ് വരുന്നത്. അവരൊക്കെ സപ്ലിയിലായിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഈ ജനറൽ കാറ്റഗറി അല്ലാതെ മെസ്സേജസ് പോകുന്നവർക്ക് സപ്ലി ആയിരിക്കും. സപ്ലി നിങ്ങളിപ്പോ 56 മാർക്ക് കൂട്ടി വെച്ചു കണ്ണൂര്, നിങ്ങൾക്ക് ഒരു 53 മാർക്കേ ഉള്ളൂ മെസ്സേജ് വന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സപ്ലി കാറ്റഗറിയിലാണ്, മെയിൻ ലിസ്റ്റിലല്ല. അപ്പോ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് നമ്മുടെ ഒരു ലക്ക് പോലിരിക്കും സപ്ലിയിലുള്ളവർക്കൊക്കെ ജോലി കിട്ടുക എന്നുള്ളത്. വളരെ പ്രതീക്ഷയോടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. കാര്യം കഴിഞ്ഞ ലിസ്റ്റിലൊന്നും വലുതായിട്ട് സപ്ലിക്കാരെ എടുത്തിട്ടില്ല, മെയിൻ ലിസ്റ്റ് തന്നെ പൂർണ്ണമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഓവർ പ്രതീക്ഷ വേണ്ട. ഇനി ആലപ്പുഴ ജില്ലയുടെ ഇപ്പോൾ അറിയാൻ സാധിച്ചൊരു കട്ട് ഓഫ് 63. ഇനി ഒരു സന്തോഷ വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം, ഇതുവരെ വന്നിട്ടുള്ള ഈ ജില്ലകളുടെ എല്ലാം കട്ട് ഓഫ് ഞാൻ പ്രവചിച്ചത് അതുപോലെ വന്നു എന്നുള്ളതാണ്. ഒരു ജില്ല പോലും നമുക്ക് വ്യത്യാസമായിട്ടൊരു കട്ട് ഓഫ് വന്നിട്ടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞ കട്ട് ഓഫ് എല്ലാം സെന്റ് പെർസെന്റേജ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ 55 to 62 നമ്മൾ പ്രവചിച്ച ഒരു കട്ട് ഓഫ്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനറൽ വിഭാഗക്കാർക്ക് 55 മുതൽ, അതായത് സംവരണ വിഭാഗക്കാർക്ക് 55 മുതൽ തന്നെയാണ് മെസ്സേജ് പോയേക്കുന്നത്. കറക്റ്റ് ഇപ്പൊ 63 പറയുന്നതെങ്കിലും നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് അല്ലെ, വലിയ വ്യത്യാസമൊന്നുമില്ല. 62, 63 എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു പ്രവചനം, അതായത് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ആ ഒരു ദിവസം രാത്രി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ കട്ട് ഓഫ് പ്രവചിച്ചത്. വലിയ വലിയ ആളുകൾ പോലും പ്രവചിച്ചത് അത്ര അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. പലരും ഇങ്ങനെ ഒരു ലാഗ് പോലെ ഒരു 10 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസിൽ ചുമ്മാ പറഞ്ഞിട്ടാണ് ഒരു കട്ട് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്തത്.
നമ്മൾ കണ്ടോ, വെറും 7 മാർക്കിന്റെ ഡിഫറൻസിൽ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഈ കട്ട് ഓഫ് പ്രവചനത്തിന്റെയൊക്കെ താഴെ നിങ്ങൾ കമന്റ് നോക്കണം, എല്ലാവരും കുറ്റം പറഞ്ഞേക്കുവാണ്, ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ എല്ലാം കുറ്റമാണ് എല്ലാ മെസ്സേജസിലും താഴ്ന്നു വന്നേക്കുന്നത്. ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും ഒരു അനുകൂലിച്ച് ഇതായിരിക്കാം എന്ന് പറഞ്ഞതുപോലും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ജില്ലകളുടെയും കട്ട് ഓഫ് വളരെ കറക്റ്റായി. അപ്പോൾ ഈ ഒരു ആലപ്പുഴയുടെയും കറക്റ്റ് ആയിട്ടുണ്ട്. സംവരണ വിഭാഗക്കാരുടെ ഒക്കെ പക്കയാണ്. ജനറൽ കാറ്റഗറി നമ്മൾ 62ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ 1 മാർക്ക് കൂടി കൂടി. അപ്പോൾ പലരും പറഞ്ഞ കട്ട് ഓഫ് ഭയങ്കര വ്യത്യാസമാണ്. അത് വെച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ്. എനിക്കിതിൽ സന്തോഷമുണ്ട്. കാര്യം നമ്മൾ പറഞ്ഞൊരു കട്ട് ഓഫ്, അത് എക്സാം കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞ ആ ഒരു കട്ട് ഓഫ് വളരെ കറക്റ്റായി വന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളത് ഇത്രയും മെസ്സേജസ് ആണ്, ഇത്രയും ജില്ലകളുടെയാണ്, 8 ജില്ലകളുടെയാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മലപ്പുറത്തിന്റെ വന്നോ, കോഴിക്കോടിന് വന്നോ, വന്നിട്ടില്ല. ഇതുവരെ ഇത്രയാണ് വന്നത്. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടേതാണ്, ഉടനെ തന്നെ വരും. അപ്പോൾ അടുത്ത നമ്മളുടെ പ്രതീക്ഷയാണ് കോഴിക്കോട് ജില്ലയുടെ, അത് ഉടനെ വരും എന്നുള്ളത്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ്, ഇന്നാണ് ആലപ്പുഴയുടേത് വന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസവും കൂടെ എടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കിട്ടി തീരാൻ. ഒരു 2-3 ദിവസം, അതിനപ്പുറം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 3 ദിവസത്തിനുള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്യും. ഒറ്റയടിക്ക് തന്നെ ഒരു ദിവസത്തിനുള്ളിലാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കേസ് പ്രകാരമാണ് ഒരു 2-ാം ദിവസമൊക്കെ നമ്മളൊരു ചാൻസ് പറയുന്നത്, വരുമായിരിക്കാം എന്നുള്ള രീതിയിൽ. നിങ്ങൾ എല്ലാവരും മാർക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ എക്സാം എഴുതിയവരാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ഒരു യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.